സ്ഥാനാർത്ഥി പട്ടികയെങ്കിലും പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അത് ആയ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. കാരണം CPM-ഉം CPI-യും അവരുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. കേരള കോൺഗ്രസ് അടക്കം ഉള്ള പാർട്ടികളും ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപനത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ LDF തെരഞ്ഞെടുപ്പിന് പൂർണ്ണമായും സജ്ജമാകുന്ന സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായും മറുഭാഗത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാതെ വന്നാൽ അത് രാഷ്ട്രീയമായി UDF-നും കോൺഗ്രസിനും വലിയ തിരിച്ചടി ഉണ്ടാകും. അത് വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലാണ് പൊതുവെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ള ആളുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ ഇന്ന് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയെങ്കിലും പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 20 സിറ്റിംഗ് MLA-മാർ മത്സരിക്കുമെന്നാണ് ഏകദേശ ധാരണയുള്ളത്. അതിൽ രണ്ടിടത്ത് ഇത്തവണ എന്തായാലും നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം K ബാബു മത്സരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് 20 സ്ഥലങ്ങളാണ്. 20 ഇടങ്ങളിൽ സിറ്റിംഗ് MLA-മാർ തന്നെ തുടരട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനൊപ്പം ഒറ്റ പേരിലേക്ക് എത്തിയിട്ടുള്ള 15ഓളം സീറ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അങ്ങനെ ആകെ 35 എങ്കിലും സ്ഥാനാർത്ഥികളെങ്കിലും ഇന്ന് പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പങ്കുവെക്കുന്നത്. ആദ്യഘട്ട പട്ടിക ഇന്നും രണ്ടാം ഘട്ട പട്ടിക നാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേർന്ന് കൂടിയാലോചനകൾക്ക് ശേഷം രണ്ടാം ഘട്ട പട്ടികയും പ്രഖ്യാപിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ അമ്പലപ്പുഴയിൽ G. സുധാകരനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. സമാനമായൊരു തീരുമാനം ഒരുപക്ഷെ പയ്യന്നൂരിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പയ്യന്നൂരിൽ അല്പസമയത്തിനുള്ളിൽ B. കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കാനാണ് ഏറെക്കുറെ സാധ്യത. അങ്ങനെയാണെങ്കിൽ കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല UDF. അത്തരം ചില ചർച്ചകളും ഇന്നലെ നടന്നിട്ടുണ്ട്. അങ്ങനെ പരമാവധി അതായത് കേരളത്തെ സംബന്ധിച്ച് അവിടെ LDF UDF തമ്മിൽ നേരിട്ട് പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ തീരുമാനം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ അമ്പലപ്പുഴയിലടക്കം ഇത്തരം നേതാക്കളെ CPM-മായി പിണങ്ങിപ്പിരിഞ്ഞു പോകുന്ന ആളുകളെ പിന്തുണയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. അതിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാവും. നേരത്തെ അജിംസ് സൂചിപ്പിച്ചതുപോലെ അവിടെ സീറ്റ് മോഹിച്ച് നടന്നിരുന്ന ആഗ്രഹിച്ചിരുന്ന നിരവധി നേതാക്കളുണ്ട്. ഷുക്കൂറുണ്ട്, M. ലിജു ഉണ്ട്. അത്തരം ആളുകളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ പ്രതികരണം എന്താകുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പലരെയും അനുനയിപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിൽ കോൺഗ്രസിന്റെ മുമ്പിലുണ്ട്. ഇവിടെ തിരുവനന്തപുരത്തേക്ക് വന്നാൽ ശിവകുമാർ ഉണ്ട്. ശിവകുമാർ ഇടഞ്ഞു നിൽക്കുകയാണ്. ശിവകുമാർ ആഗ്രഹിക്കുന്ന സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ ശിവകുമാർക്ക് അടുത്ത തീരുമാനത്തിലേക്ക് പോകുമെന്ന തരത്തിൽ നിലപാടെടുത്ത് നിൽക്കുന്നു. അതവിടെ പക്ഷേ ശിവകുമാറിനോട് പാറശാല മത്സരിക്കാനാണ് പറഞ്ഞത്. അത് തനിക്ക് താല്പര്യമില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴയിലേക്ക് വന്നാൽ അവിടെ ഷുക്കൂർ പരസ്യമായി പൊട്ടിത്തെറിയുടെ വക്കിലാണ് നിൽക്കുന്നത്. K. സുധാകരന്റെ കാര്യം K. സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ആഭ്യന്തര പ്രശ്നങ്ങൾ കുറെ കോൺഗ്രസിനെ സ്ഥാനാർത്ഥി നിർണയം